FCRI ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA വലിയ പരുക്കാണ് ഞങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് കത്തോലിക്ക കോൺഗ്രസ് വിഭാഗത്തിൻ്റെയും കത്തോലിക്ക വിഭാഗത്തിലെ ചർച്ചിൻ്റെ ആളുകളും അമിത്ഷായെ കാണാൻ നിരവധി തവണ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നടന്നില്ല. അവസാനം കാണാൻ പറ്റി. FCRI സംബന്ധിച്ചിടത്തോളം നിരവധി ആശങ്കകൾ കത്തോലിക്ക വിഭാഗത്തിനുണ്ട്, പൊതുവിഭാഗത്തിനുമുണ്ട്. പക്ഷെ പൊതുവിഭാഗം അങ്ങനെ പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഇവർ കൃത്യമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഇലക്ഷനിൽ അത് കുറേ പരുക്ക് BJPക്ക് ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ആ സമയത്താണ്, നിയമസഭാ സമയത്താണ് ഈ ബില്ലിൻ്റെ ചില വിജ്ഞാപനങ്ങളൊക്കെ പുറത്തു വന്നത്. FCRIയുടെ പുതിയ നിയമങ്ങൾ ചട്ടങ്ങളായിട്ട് ചർച്ചയ്ക്ക് വച്ചിട്ടേ ഉള്ളൂ. അത് ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടില്ല. അതിനിടയിലാണ് അമിത്ഷായെ ഇവർ കണ്ടതും. പക്ഷെ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡൽഹി വൃന്ദങ്ങളിൽ നിന്നറിയുന്നത് അമിത്ഷായെ കണ്ടെങ്കിലും അമിത്ഷാ ഒരു സംഘി നൃത്തമൊക്കെ നടത്തി, ഒരു സംഘി സ്നേഹമൊക്കെ കാണിച്ച് അവരെ സുഖിപ്പിച്ച് കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതിനൊരു മാറ്റമുണ്ടാകാൻ, സമഗ്രമായ മാറ്റം, കാരണം ഇവർ സമർപ്പിച്ച ആശങ്കകൾ എഴുതി കൊടുത്തും കാണും. കാരണം അവർ കാണാൻ പോകുമ്പോൾ വെറുതെ കണ്ടിട്ടല്ല വരില്ല, പേപ്പറിൽ എഴുതി കൊടുത്ത് കാണും. പക്ഷെ അവർ എഴുതി കൊടുത്തിട്ടുള്ള ആശങ്കകൾ 100% പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാര്യം FCRയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിയന്ത്രണം ആവശ്യമുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ചില നിയന്ത്രണങ്ങൾ കുറച്ച് കടുത്തു പോയില്ലേ? കാരണം ഇത് ഈ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ വരാൻ പാടില്ല. കുഞ്ഞ് വേണമല്ലോ, കുളിപ്പിച്ച് ശകലം അഴുക്കിരുന്നാലും കുഞ്ഞ് ജീവിച്ചിരിക്കണ്ടേ? ഇതിപ്പോൾ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഏജൻസിക്ക് പണം കിട്ടിയാൽ ആ ഏജൻസിയെ വല്ലാതെ ചുറ്റി മുറുകി വരിഞ്ഞാൽ ആ ഏജൻസിക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് വരും. NGO എന്ന് പറയുന്ന തന്നെ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന തന്നെ സർക്കാരിൻ്റെ വലിയ ചട്ടക്കൂടിനപ്പുറമുള്ള ഒരു കുറേ കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഫ്ലെക്സിബിലിറ്റിയുള്ള ഓർഗനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് അത് വരുന്നതിന്. അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ഓർഗനൈസേഷന് വളരെ ഫ്ലെക്സിബിൾ അല്ലാത്ത നിയമങ്ങളും വളരെ കർക്കശമായ റൂൾസും ഒക്കെ വന്നാൽ പിന്നെ അതുകൊണ്ട് ആവശ്യമില്ലല്ലോ, സർക്കാർ തന്നെ ഇതൊക്കെ ചെയ്താൽ പോരെ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വിദേശത്തു നിന്ന് വരുന്ന പണം മത തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതപരിവർത്തനത്തിനും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഓക്കെ. പക്ഷെ അതിൻ്റെ പേരിൽ ഓർഗനൈസേഷനുകളെ മറ്റൊരുപാട് തരത്തിൽ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ പീഡിപ്പിക്കാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. കാരണം നിയമമായില്ലല്ലോ, ചട്ടവും ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ വലിയ സാധ്യതയുണ്ട് എന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത്. പക്ഷേ ആശങ്കപ്പെടുന്നതനുസരിച്ച് ഇവർ എഴുതി കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായി അതിനകത്ത് ഒരു കാര്യം നടക്കുന്നുണ്ട്. അതോടൊപ്പം അത് പറയുമ്പോഴാണ് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് പങ്കെടുത്ത ഒരു യോഗത്തിൽ എനിക്ക് കൂടി അവസരമുണ്ടായിരുന്നു. അത് വെഞ്ഞാറമൂടെന്ന് പറയുന്ന, തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടെന്ന് പറയുന്ന സംഘടന, ഒരു സ്ഥലത്തെ സബർമതി എന്ന് പറയുന്ന ഒരു സംഘടന, 10-33 വർഷമായി പ്രവർത്തിക്കുന്ന സബർമതി, ഷംസുദ്ദീൻ ചെയർമാനായിട്ടുള്ള, കോൺഗ്രസിൻ്റെ തന്നെ ഒരു വലിയ നേതാവും പഴയ നെല്ലനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഷംസുദ്ദീൻ അവർ നേതൃത്വം നൽകുന്ന ഒരു സബർമതി, അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഒരു സബർമതി, അവിടെ ഞാനും അതിൻ്റെ ഫംഗ്ഷന് പോയിരുന്നു. അപ്പോഴവിടെ PC വിഷ്ണുനാഥ് വന്നിരുന്നു. അദ്ദേഹം സാംസ്കാരിക ടൂറിസം മന്ത്രിയാണ്. അപ്പോൾ ഈ സംഭാഷണത്തിൽ ചെയർമാൻ ഷംസുദ്ദീൻ അവർ ഒരു നിർദ്ദേശം വെച്ചു. കേരളത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നിർദ്ദേശമാണ്. കേരളത്തിൽ സന്നദ്ധ സംഘടനകൾ ധാരാളമുണ്ട്, സാംസ്കാരിക സംഘടനകൾ ധാരാളമുണ്ട്. ഇവർ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, അല്ലെങ്കിൽ പൈസ പറ്റിക്കാൻ നടക്കുന്നവരാണ് എന്നുള്ള ചിന്ത മാറ്റിവെച്ച്, അതല്ല, ഇവരും സമൂഹത്തിൻ്റെ ഭാഗമായി സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മേഖലകളിൽ, അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ, പരിസ്ഥിതി സംരക്ഷണത്തിൽ, പ്രകൃതി ദുരന്തങ്ങൾ കുറയ്ക്കുന്ന കാര്യങ്ങളിലുള്ള ഇടപെടലിലൊക്കെ വലിയ സംഭാവന നൽകാൻ NGOസിനും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകൾക്കും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും കഴിയും. അങ്ങനെ ഒരു സാംസ്കാരിക കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു NGO പാർട്ട്ണർഷിപ്പ് വേണം എന്നൊരു നിർദ്ദേശവും അവിടെ വെച്ചുണ്ടായി. ഇത് സംബന്ധമായ ചില നിർദ്ദേശങ്ങൾ ഞാനും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലൊരു NGO പാർട്ട്ണർഷിപ്പ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതൊരു വശത്ത് മന്ത്രി മറുപടി പറഞ്ഞപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി സർക്കാർ പരിഗണിക്കും എന്നുള്ള ഒരു
ഒരു ഒരു കാരണം അതൊരു സമ്മേളനത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ വെച്ച് ഒരു ഡിമാൻഡ് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള നിലയിൽ മന്ത്രി വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ഇനി തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. പ്രാദേശിക തലത്തിലുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ, വളരെ ജെനുവിനായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, ആതുര സേവനം നടത്തുന്ന സംഘടനകളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. എന്നാൽ തക്കിട തരികിട കാണിക്കുന്ന സംഘടനകളുമുണ്ട്. ഇതിൻ്റെ പേരിൽ പണം പിരിച്ച്, പാവങ്ങളെ പേരിൽ പണം പിരിച്ചും അതിൽ ഫണ്ട് തട്ടിയൊക്കെ ജീവിക്കുന്നവരുമുണ്ട്. രണ്ട് ടൈപ്പ് ആളുകളും ഉണ്ടല്ലോ. പക്ഷേ എന്തായാലും ജെനുവിനായിട്ടുള്ളവരുടെ ഒരു അഫിലിയേഷനും, വെറും ഒരു അഫിലിയേഷൻ കൊണ്ട് കാര്യമില്ല, സർക്കാരിലേക്ക് അവർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു NGO പാർട്ട്ണർഷിപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ അവരെ കൂടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കിയാൽ കൂടുതൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ. അപ്പോൾ കേരളത്തിൽ എടുത്തു പറയുമ്പോൾ സർക്കാർ, അതായത് കേരള സർക്കാർ, അത് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പിന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, മൂന്നുണ്ട്. നാലാമത്തൊരു തൂണായി, ഡെവലപ്മെൻറ്റിൻ്റെ ഫോർത്ത് തൂണായി NGOസിനെ ഫിറ്റ് ചെയ്യണം. അഞ്ചാമത്തെ തൂണെന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളാണ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ഒരു വലിയ ഒരു ഏരിയ ജനങ്ങളാണ്, ഗ്രൗണ്ട് ജനങ്ങളാണ്. പക്ഷെ അതിൻ്റെ പില്ലറുകളായിട്ട്, ജനങ്ങളാകുന്ന ഗ്രൗണ്ടിൻ്റെ പില്ലറുകളായിട്ട് സർക്കാരിനും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സംവിധാനത്തിനും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും പിന്നെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന NGO സംവിധാനം കൂടെ ആയാൽ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും, വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും തീർച്ചയായും ഇത് നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. FCRAയുടെ ഈ നിയമത്തിൽ വന്നിട്ടുള്ള അപാകതകൾ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് കേൾക്കണം. അതിനാവശ്യമായ ചർച്ചകൾ നടക്കട്ടെ. അത് നടക്കുമ്പോൾ രാജ്യത്തും നല്ല വലിയ പ്രധാനപ്പെട്ട, വലിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വലിപ്പമല്ല ഞാൻ പറയുന്നത്, ജെനുവിനായി കാര്യങ്ങൾ ചെയ്യുന്ന, യഥാർത്ഥ ബോധത്തോടുകൂടി ചെയ്യുന്ന NGOകളെ സഹായിക്കാനും സഹകരിപ്പിക്കാനുമുള്ള മാനസികാവസ്ഥയിൽ ഇന്ത്യ ഗവൺമെൻറ് വരണം. കേരള സർക്കാർ അതിൻ്റെ ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഒരു പൈസയും കൊടുക്കാതെ നാട്ടുകാരുടെ പണമൊക്കെ പിരിച്ചെടുത്തുകൊണ്ട് വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമുണ്ട്. അവയെ പല രൂപത്തിൽ സഹായിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമായാൽ തീർച്ചയായിട്ടും MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്, CSR ഫണ്ട് മൊബിലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു സംഘടന വിചാരിച്ചാൽ അവർക്ക് CSR ഫണ്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷേ സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയും. ആ നിലയിൽ മൊബിലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ നിലയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. എന്തായാലും അച്ഛന്മാരെ പോയി കണ്ടവരെ കൂടെ നിർത്തി, എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയും നടക്കുന്നുണ്ടോ ഡൽഹിയിൽ നിന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് മാത്രമേ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ.